പ്രവർത്തിക്കുന്ന നല്ല കർഷക കൂട്ടായ്മയിലൂടെ നീതിയും സത്യവും ഉറപ്പാക്കുമെന്നും ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. ആരോഗ്യമുള്ള കർഷകൻ സമ്പന്നമായ രാജ്യം എന്ന മുദ്രാവാക്യത്തിന് അധിഷ്ഠിതമായി പ്രവർത്തിക്കുന്ന യോഗാധ്യക്ഷൻ മുന്നേറ്റ പ്രിയങ്കരനായ ശ്രീ തോമസ് അയ്യനബി, അതുപോലെ യൂണിറ്റ് ഉദ്ഘാടനത്തിന് വേണ്ടി ഇവിടെ എത്തിച്ചേർന്ന ശ്രീ ജോസ് തയ്യൽ, KSSന്റെ ദേശീയ ചെയർമാൻ, ഭദ്രദീപം തെളിയിക്കുന്നവർ, നമ്മുടെയൊക്കെ പ്രിയങ്കരനായ ബഹുമാന്യായ MLA ശ്രീ റോണി K. ഡേവിസ് സാറാണ്. അദ്ദേഹം ഉടൻ തന്നെ എത്തിച്ചേരുക, വളരെ തിരക്കിട്ടുള്ള ഒരു പരിപാടിയിലായിരുന്നു അദ്ദേഹം. എങ്കിലും എങ്ങനെയാണെങ്കിലും എത്തിച്ചേരാൻ അറിയിച്ചിട്ടുണ്ട്. അതുപോലെ ആശ്വാസം അർപ്പിക്കുന്നവർ നമ്മുടെ ആൻഡോ ഇടക്കൂട്ടത്തിൽ നമ്മുടെ ഇന്നത്തെ ഇന്ത്യയുടെ അസിസ്റ്റന്റ് വികാരിയാണ് ശ്രീ സുരേഷ് S, ദേശീയ ജനറൽ സെക്രട്ടറി, ശ്രീ ജോയി മുക്കൻതോട്ടം, അജിത് വർമ്മ, ഫിലിപ്പ് ജോണ്, അനിൽ സെബാസ്റ്റ്യൻ, പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റ് ശ്രീ മോളിക്കുട്ടി തോമസ്, ശ്രീ സജി തോമസ്, ശ്രീ പഞ്ചായത്തിൻ്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ സേതു ഉൾപ്പെടെ ഈ വേദിയിലെത്തിയിരിക്കുന്ന സുഹൃത്തുക്കളെ, കർഷക സുഹൃത്തുക്കളെ, നമുക്കറിയാം നമ്മളെ മുൻപ് നിന്ന് ഇതുപോലെ ഒരു KSS യൂണിറ്റ് സംഘടിപ്പിക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുകയും ഒക്കെ ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് ശ്രീ തോമസ്, ശ്രീ രാജു ഉൾപ്പെടെ വളരെ കഷ്ടപ്പെട്ട് വിളിച്ചു കൂട്ടിയ ഈ ഒരു യോഗത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മമാണ് നമ്മുടെ ആശംസിക്കുന്നത് ശ്രീ ജോസ് തയ്യൽ അവരാണ്. ഈ പ്രസ്ഥാനത്തിന്റെ ദേശീയ ചെയർമാൻ ആയി പ്രവർത്തിക്കാനുള്ള ഒരു ഭാഗ്യം അദ്ദേഹത്തിന് ഉണ്ടായത് വളരെ വലിയ നേട്ടം തന്നെയാണ്. ഈ പൊൻകുന്നം ദേശീയ ചെയർമാനായ അദ്ദേഹം ഈ പൊൻകുന്നത്തുള്ള KSSന്റെ യൂണിറ്റ് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ഇവിടെ എത്തിച്ചേരാനുള്ള സന്തോഷമുണ്ട്. അദ്ദേഹത്തെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നമ്മൾ ഭദ്രദീപം തെളിയിച്ചാൽ ചടങ്ങ് നിർവഹിക്കുന്നത് നമ്മളുടെയൊക്കെ പ്രിയങ്കരനായ MLA ശ്രീ റോണി സാറാണ്. അദ്ദേഹം എന്തായാലും 3 മണിയോടുകൂടി ഇവിടെ എത്തിച്ചേരും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. അദ്ദേഹത്തെ പ്രത്യേകമായി ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ശ്രീ സുരേഷ് S ആണ്, ദേശീയ ജനറൽ സെക്രട്ടറി ശ്രീ സുരേഷ് S സ്വാഗതം ചെയ്യുന്നു. ശ്രീ ജോയി മുക്കൻതോട്ടം സംസ്ഥാന പ്രസിഡന്റാണ്, അദ്ദേഹത്തെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ശ്രീ അജിത് വർമ്മ ജില്ലാ പ്രസിഡന്റായി ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ശ്രീ ഫിലിപ്പ് ജോൺ ജില്ലാ ജനറൽ സെക്രട്ടറി, അദ്ദേഹത്തെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നമ്മൾ ശ്രീ അനിൽ സെബാസ്റ്റ്യൻ കൃഷി ഓഫീസറായിട്ടുള്ളത് കൃഷിയുടെ വികസന കാര്യങ്ങളെക്കുറിച്ചും കൃഷിയെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും നമ്മളെ പഠിപ്പിക്കുന്നതിന് വേണ്ടി നമ്മൾ ഈ പഞ്ചായത്തിലേക്ക് ഗവൺമെന്റ് നിശ്ചയിക്കുന്ന ശ്രീ അനിൽ സെബാസ്റ്റ്യൻ അവരുടെ കൃഷി വകുപ്പിൻ്റെതായ അല്ലെങ്കിൽ കൃഷിയെക്കുറിച്ച് വളരെ വിശദമായ യോഗമുണ്ടായിരുന്നു. അതിന് പോകാൻ പറ്റിയില്ല. എങ്കിൽ കൂടി കൃഷി പദ്ധതികൾ നമ്മളെ പഞ്ചായത്തിൻ്റെ ഈ വാർഡിനെ നൽകിയ പോലും ശ്രീ സ്റ്റാൻഡിംഗ് കമ്മിറ്റി വികസനകാര്യ ചെയർമാൻ ശ്രീ സേതു അദ്ദേഹത്തെ എത്തിയിരിക്കുന്ന എല്ലാ സൊസൈറ്റിയിൽ അംഗമായ ഞാനൊരു കർഷകനാണെങ്കിൽ അഭിമാനിക്കുന്നു. കർഷകനും കൃഷിയും എന്നത് ജീവിതവുമാദ്യമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കർഷകരുടെ സഹോദരമായ പുരോഗതിക്ക് വേണ്ടി കിസാൻ സർവീസ് സൊസൈറ്റി അംഗമെന്ന നിലയിൽ എല്ലാ കർഷകരെയും കാർഷിക വൃത്തിയിൽ ഏർപ്പെട്ടിരിക്കുന്നവരെയും കർഷകരുടെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന എല്ലാ സംഘടനകളെയും ആദരിക്കുകയും സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും പ്രതിജ്ഞ ചെയ്യുന്നു. കർഷകരെ പ്രതിദാനം ചെയ്യുന്ന ബജറ്റിനെ ഇപ്പോൾ തെളിയിക്കുന്നതാണ്. സേവനത്തിൽ നമ്മുടെ പ്രതിജ്ഞ തുടരുകയാണ്. നല്ല കർഷക കൂട്ടായ്മകളിലൂടെ പരസ്പര സഹകരണത്തിലൂടെ എല്ലാ കർഷകരുടെയും അഭ്യുദയ കാംക്ഷികളുടെയും
മുന്നോട്ട് പോകുവാൻ ആധുനിക കാലത്തിൻ്റെ മാറ്റങ്ങൾ ഉൾക്കൊണ്ട് പുതുതലമുറയ്ക്ക് മാർഗദീപമാകാൻ കിസാൻ സർവീസ് സൊസൈറ്റി കൂട്ടായ്മയിലൂടെ പ്രവർത്തിക്കുന്ന ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. സംഘബോധത്തെ സൃഷ്ടിക്കാൻ നീലത്തിന് തെളിയിക്കുന്നു. പ്രതിജ്ഞ തുടരുകയാണ്. വെൽത്തി ഫാർമർ ഹെൽത്തി നേഷൻ എന്ന മുദ്രാവാക്യം ഹൃദയത്തിൽ സ്വീകരിച്ച് പ്രകൃതിയുടെയും പരിസ്ഥിതിയുടെയും സംരക്ഷകനായി പ്രവർത്തിച്ച് കർഷക സമൂഹത്തിൻ്റെയും അതുവഴി മാനവരാശിയുടെയും സമഗ്ര പുരോഗതിക്ക് സർവദേശീയമായ കാഴ്ചപ്പാടോടെ പ്രവർത്തിക്കുമെന്ന് കിസാൻ സർവീസ് സൊസൈറ്റി അംഗമായ ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. താങ്ക് യു. ഇവിടെ പ്രതിജ്ഞ അവസാനിപ്പിക്കുന്നു. ത്തിന്റെ ഭാഗമായി ചെയ്യുന്ന സത്യപ്രതിജ്ഞ. നാടിന്റെ അഭിമാനവും കർഷകരുടെ സംഘബോധത്തിന്റെ ചാലകശക്തിയുമായി ഹെൽത്തി ഫാർമർ വെൽത്തി നേഷൻ എന്ന മുദ്രാവാക്യവുമായി പ്രവർത്തിക്കുന്ന കിസാൻ സർവീസ് സൊസൈറ്റിയുടെ പൊൻകുന്നം യൂണിറ്റ് ഓരോരുത്തരുടെ പ്രസിഡന്റ് സെക്രട്ടറി ഉദ്ദേശം പറഞ്ഞാൽ മതി കേട്ടോ. പ്രസിഡന്റ് സെക്രട്ടറി ഞാൻ വെയിറ്റ് ചെയ്യില്ല. സെക്രട്ടറി ആയി പ്രവർത്തിക്കാൻ താങ്കൾ തയ്യാറാണോ? രണ്ടാമത് KSSന്റെ നിയമങ്ങളും ചട്ടങ്ങളും അനുസരിച്ച് കർഷക നന്മയ്ക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രവർത്തിക്കാൻ താങ്കൾ തയ്യാറാണോ? രാജ്യത്തെ നിയമങ്ങൾക്ക് കിസാൻ സർവീസ് സൊസൈറ്റിയുടെയും അംഗങ്ങളുടെയും അഭ്യുദയകാംക്ഷികളുടെയും ക്ഷേമത്തിനും സാമൂഹിക പുരോഗതിക്കും വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാൻ താങ്കൾ തയ്യാറാണോ? ജാതി മത വർഗ പരിഗണനകൾ കൂടാതെ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി കിസാൻ സർവീസ് സൊസൈറ്റിയുടെ നേതൃസ്ഥാനത്ത് പ്രവർത്തിക്കാൻ താങ്കൾ തയ്യാറാണോ? KSS പൊൻകുന്നം യൂണിറ്റിന്റെ പ്രസിഡന്റ് സെക്രട്ടറി ട്രഷറർ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾ എന്ന നിലയിൽ ജനാധിപത്യ മൂല്യങ്ങൾക്കും വിശ്വാസങ്ങൾക്കും അധിഷ്ഠിതമായി പ്രവർത്തിക്കാൻ താങ്കൾ തയ്യാറാണോ? ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ സമ്മതിച്ചാൽ എന്ന നിലയിൽ വലത് കൈ മുന്നോട്ട് നീട്ടിപ്പിടിച്ച് ഇത് താഴെ ചെയ്തു തരുന്ന സത്യവാദം ഏറ്റുചൊല്ലണം. KSS പൊൻകുന്നം യൂണിറ്റിന്റെ രാജ്യത്തിന്റെ നിയമങ്ങളും KSSന്റെ നിയമാവലികളും ചട്ടങ്ങളും പരിപൂർണമായി ഉൾക്കൊണ്ട് കർഷക സമൂഹത്തിന്റെ സമഗ്ര വളർച്ചയ്ക്കും പുരോഗതിക്കും വേണ്ടി സർവദേശീയമായ കാഴ്ചപ്പാടോടെ കിസാൻ സർവീസ് സൊസൈറ്റിയുടെ സംഘടനാപരമായ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുമെന്ന് ഞാൻ ദൈവനാമത്തിൽ പ്രതിജ്ഞ ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ ഈ കിസാൻ സർവീസ് ബഹുമാനപ്പെട്ട ഒത്തിരി സന്തോഷമുണ്ട്. വികാരിച്ചൻ്റെ സാന്നിധ്യത്തിലാണ് ഞാൻ ഇപ്പോൾ ഇവിടെ ആയിരിക്കുന്നത്. ഒട്ടും പ്രത്യേകമല്ല, കാരണം കുറച്ച് മുമ്പ് തന്നെയാണ് ഈ ഒരു ചുമതല ലഭിച്ചത്. ചില കാര്യങ്ങളാണ് പെട്ടെന്ന് തന്നെ ഞാൻ പോകാൻ വഴിക്ക് വരുന്നു. അപ്പോൾ അധികമൊന്നും സൊസൈറ്റിയെ പറ്റി പരിചയമില്ലെങ്കിലും അത് അനുഭവത്തിൽ തന്നെ ഔദ്യോഗിക ഉദ്ഘാടനവും കോട്ടയം ജില്ലാ സമ്മേളനവും നടത്തുന്നത്. അപ്പോൾ എല്ലാവരും
JS എന്ന് പറയുന്ന ഒരു NGOയുടെ കീഴിലാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. JS ഇൻസ്റ്റിറ്റ്യൂട്ട് നിങ്ങൾ കേട്ടോ, നഴ്സിംഗ് കോളേജ് ബാംഗ്ലൂരിലെ ഏറ്റവും വലിയ സ്ഥാപനങ്ങളാണ്. അതിന്റെ KVK-യിലാണ് നമ്മൾ നമ്മുടെ ദേശീയ സമ്മേളനം നടന്നത്. അതുകൊണ്ട് നമുക്ക് KVK-യോടുള്ള പദ്ധതികൾ നമുക്ക് ഏറ്റെടുത്ത് ചെയ്യാം. ഇപ്പൊ നമ്മൾ വയനാട് ജില്ലയിൽ ഒരു അഗ്രികൾച്ചർ ഇന്റർനാഷണൽ യൂണിവേഴ്സിറ്റി ആരംഭിക്കുന്നതിന് വേണ്ടിയുള്ള തുടക്കത്തിലേക്ക് നമ്മൾ പോയിരിക്കുകയാണ്. ആദ്യത്തെ നമ്മൾ അതിന്റെ റിസർച്ച് സെന്റർ അവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അത് ഘട്ടഘട്ടമായി നമ്മൾ യൂണിവേഴ്സിറ്റി സ്റ്റൈലിലേക്ക് അപ്പോൾ അങ്ങനെ ഞാൻ ഹരിയാനയിൽ പോയി ഈ ഓഫീസ് 4-ാം നിലയിൽ പോയിട്ട് ഇതിന്റെ MDS ഒരു IFL-കാരനാണ്. അദ്ദേഹം എന്നോട് പറഞ്ഞൊരു കാര്യമാണ്, കേരളത്തിൽ നിന്ന് ഒരു ഘട്ടങ്ങളുടെയും ഇന്നുവരെ ഇവിടെ വന്നിട്ടില്ല. ആദ്യമായിട്ട് വരുന്നത് നിങ്ങളാണ്. 50 ലക്ഷം രൂപ വരെയുള്ള പ്രൊജക്ടുകൾ കൃഷി ഡിപ്പാർട്ട്മെന്റ് ത്രൂ പോകും. അതിന് മുകളിലേക്കുള്ള പ്രൊജക്ട് ഡയറക്റ്റ് നമുക്ക് ഇവിടെ കൊടുക്കാം. 1 കോടിയോ 5 കോടിയോ 10 കോടിയോ ഡയറക്റ്റ് നമുക്ക് ഇവിടെ കൊടുക്കാം. ഇന്ന് വരെ നിർഭാഗ്യവശാൽ ഒരു മനുഷ്യൻ പോലും ഇവിടെ തരുന്നില്ല. കാരണം ഇവിടെ ഫണ്ടിന് ക്ഷാമമില്ല, ഫണ്ട് ഇഷ്ടംപോലുണ്ട്. പ്രൊജക്ട് തന്നാൽ നിങ്ങൾക്ക് ഫണ്ട് പാസ്സാക്കി തരാം. പ്രിയപ്പെട്ടവരെ, ഡിപ്പാർട്ട്മെന്റുകൾ നമ്മളെ നോക്കിയിരിക്കും. സ്പൈസസ് ബോർഡ് അങ്ങോട്ട് പോകേണ്ട കൊച്ചിയിലാണ്. സ്പൈസസ് ബോർഡിന്റെ ഓഫീസിൽ ഞാനൊരിക്കൽ പോയി. ഓഫ് ചെയ്തേക്കാം അല്ലേ സാറേ? ഓഫ് ചെയ്തേക്കാം. സാറേ ഇന്നത്തെ KSS കൊടുക്കുന്ന യൂണിറ്റിന്റെ ഉദ്ഘാടന യോഗത്തിന്റെ അധ്യക്ഷൻ ശ്രീ തോമസ് അയ്യനോലി, പ്രസിഡന്റ്, സ്വാഗത ആശംസിച്ച പ്രിയപ്പെട്ട ശ്രീ ബാബുരാജൻ DK. ഇവിടെ ഞാൻ വന്നപ്പോൾ വളരെ വിശദമായി തന്നെ സംസാരിച്ച ഡോക്ടർ ജോസ് തയ്യിൽ ദേശീയ ചെയർമാനാണ്. ഇവിടെ സമീപനായിരിക്കുന്ന റവറൻഡ് ഡോക്ടർ തോമസ് പോത്തനുകൾ ആശംസ അർപ്പിച്ചു പോയി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ശ്രീ സുരേഷ് S, ശ്രീ ജോയി മുക്കൻതോട്ടം, ശ്രീ അജിത് വർമ്മ ജില്ലാ പ്രസിഡന്റ്, സംസ്ഥാന പ്രസിഡന്റ് ആദ്യം പറഞ്ഞത്, ശ്രീ ഫിലിപ്പ് ജോൺ ജില്ലാ ജനറൽ സെക്രട്ടറി, ഡോക്ടർ അനിൽ സെബാസ്റ്റ്യൻ, ശ്രീമതി മോളിക്കുട്ടി തോമസ്, കൃതജ്ഞത പറയുന്ന ശ്രീ സിജി തോമസ്, ഇവിടെ സമീപനായിരിക്കുന്ന പ്രിയപ്പെട്ട KSSന്റെ പ്രിയപ്പെട്ട നേതാക്കന്മാര്, അംഗങ്ങള്, എന്നെ ദീർഘമായിട്ടൊന്നും സംസാരിക്കുന്നില്ല. വളരെ വിശദമായി തന്നെ ഞാൻ വന്നപ്പോൾ ഇവിടെ ഡോക്ടർ ജോസ് തയ്യില് സംസാരിക്കുകയായിരുന്നു. നമുക്കറിയാം, ഇന്ന് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ ഒരു പത്തല് എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തെ കർഷകരാണ്. പക്ഷേ നമ്മുടെ രാജ്യത്തെ കർഷകരെ സംഘടിതരല്ല എന്നതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. കേരളത്തിന് പുറത്ത് കുറച്ചുകൂടെയൊക്കെ സാങ്കേതിക രൂപം ഉണ്ടെങ്കിലും നമ്മുടെ കേരളത്തില് അവർക്കും സംഘടിതരുണ്ട്. ഇപ്പോൾ നമുക്കറിയാം, ഇത്ര പ്രധാനപ്പെട്ട ഒരു സംഘടന യോഗമായിട്ട് നമ്മുടെ ഈ പ്രദേശത്തൊക്കെ എത്രയോ പ്രദേശത്തെ KSS യൂണിറ്റിന്റെ ഔപചാരികമായ ഉദ്ഘാടനം, അതോടൊപ്പം കോട്ടയം ജില്ലാ സമ്മേളനം കൂടിയാണ് ഇവിടെ നടക്കുന്നത്. ഇതിന്റെ അധ്യക്ഷത വഹിക്കുന്നത്
വഹിച്ച നമ്മുടെ ഈ യൂണിറ്റിൻ്റെ പ്രസിഡന്റ് ശ്രീ തോമസ് വൈകലൂരി അവറുകൾ, സ്വാഗതം ആശംസിച്ച ബാബുരാജ് ടി അവറുകൾ, നമ്മുടെ ഈ സമ്മേളനത്തിന് ഭദ്രദൈവം തെളിയിച്ച ഇവിടെ നിന്ന് റോണിക്ക് ബേബി അവറുകൾ, ഉദ്ഘാടന പ്രസംഗം നടത്തിയ ഡോക്ടർ ജോസ് തയ്യൽ അവറുകൾ, ആശംസകൾ അർപ്പിക്കാനായി ഇവിടെ എത്തിച്ചേർന്ന നമ്മുടെ അമ്മൻ്റെ അധ്യക്ഷൻ ബഹുമാനപ്പെട്ട മനോരിൽ അവറുകൾ, KSSന്റെ ദേശീയ സംസ്ഥാന ജില്ലാ പ്രസിഡന്റ് വൈസ് പ്രസിഡന്റുമാർ, ബഹുമാനപ്പെട്ട നമ്മുടെ ചാക്കടവ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീമതി മോളിക്കുട്ടി തോമസ് അവറുകൾ, എൻ്റെ ഈ യോഗത്തിലേക്ക് ക്ഷണിച്ച ശ്രീ രാജു അവറുകൾ, ഇവിടെ കൂടിയിരിക്കുന്ന മറ്റ് KSSന്റെ ഭാരവാഹികളെ, അംഗങ്ങൾ. പഠിക്കുന്ന കാലത്ത് ഒരുപക്ഷെ ഞങ്ങളെല്ലാവരും കേട്ടിട്ടുള്ള ഒരു കാര്യമാണ്, നമ്മുടെ ഗ്രൂപ്പുകളെ കുറിച്ച് മനസ്സിലാക്കുന്നതിന് വേണ്ടിയുള്ള ചെറിയ കുറച്ച് നേരമായി നമ്മളൊക്കെ ഇങ്ങനെ ഇരിക്കുന്ന നല്ല ചൂടുമുണ്ട്. സ്വാഭാവികമായിട്ടും നമുക്ക് ഫോർമേഷൻ സമയത്ത് നോക്കുമ്പോഴേക്കും കാണുന്നത് കർഷകരില്ലാത്തൊരു കാര്യം, ചുറ്റും നടക്കുന്ന കാര്യങ്ങളെ പറ്റിയുള്ള ധാരണയാണ്, അറിവാണില്ല. ഈ അറിവ് പകരാനുള്ള ഒരു പ്രോഗ്രാമായിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ 6 വർഷം കഴിഞ്ഞപ്പോഴത്തേക്കും എന്താണ് നമ്മുടെ റിസൾട്ട് എന്ന് പറഞ്ഞാൽ, ഇന്ന് നമുക്ക് ഏകദേശം 900-900ഓളം വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട്. ജയ് കിസാൻ എന്ന് പറയും. ദിവസം 10ഓളം മെസ്സേജ് നമ്മൾ കൊടുക്കുന്നു. അത് കേന്ദ്ര ഗവൺമെന്റിന്റെയും കേരള ഗവൺമെന്റിന്റെ വിവിധ അറിയിപ്പുകൾ, ലോണുകൾ, സബ്സിഡികൾ, ഗ്രാന്റുകൾ, പരിശീലന പരിപാടികൾ, യന്ത്രവൽക്കരണത്തിന് വേണ്ടിയുള്ള സംവിധാനങ്ങൾ, പുതിയ ടെക്നോളജികൾ, നമ്മുടെ ചുറ്റുമുള്ള ഇത് മാത്രമല്ല, നമ്മുടെ കുട്ടികളുടെ സ്കോളർഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട് വനിതാ മിനിസ്റ്റർ കോർപ്പറേഷൻ്റെ ആയിക്കോട്ടെ, അങ്ങനെ വിവിധ ഡിപ്പാർട്ട്മെന്റുകളുടെ അറിയിപ്പുകൾ, ഇതെല്ലാം നമ്മൾ നമുക്ക് കൊടുക്കുന്നു. 4 ലക്ഷത്തിലധികം ആളുകൾ. വേറൊരു കാര്യമാണ്, ഞാൻ എങ്ങനെയാണ് KSSലേക്ക് വന്നത്, ഞാൻ എന്താണ് ചെയ്തത്. ഞാൻ പാലായിലെ മീനച്ചിൽ പഞ്ചായത്തിലെ മീനച്ചിൽ യൂണിറ്റിൻ്റെ പ്രസിഡന്റ്. ഇതിലേക്ക് വരാൻ കാരണം എൻ്റെ ഒരു സ്വപ്നമായിരുന്നു. എൻ്റെ സ്വപ്നം വലിയ തോതിലുള്ള കർഷകരുടേതായ ഒരു ഭൂരിപക്ഷമാണ്. അവരുടെ ഒരു കർഷകരുടേതായ ഒരു ഗവൺമെൻറ്റാണ് എൻ്റെ സ്വപ്നമെന്ന് ഞാൻ എപ്പോഴും പറയും. കാരണം അത്രയും വലിയ ശക്തിയുള്ള അനേകം ആൾക്കാരാണ് നമ്മളിലുള്ളത്. പക്ഷേ MLA പറഞ്ഞ പോലെ നമ്മൾ വേർതിരിക്കപ്പെട്ട് ചിതറിച്ച് മതത്തിൻ്റെയും രാഷ്ട്രീയത്തിൻ്റെയും എല്ലാം വേർതിരിക്കപ്പെട്ട് മാറി ഇങ്ങനെ കിടക്കുന്നതുകൊണ്ട് നമ്മൾ ശക്തരല്ല. നമ്മൾ ശക്തരല്ലെന്ന് നമ്മൾക്കും അറിയാം. നമ്മൾ ഒരു ഒറ്റപ്പെട്ട ആൾക്കാരായിട്ട് മാറി എന്നുള്ളത് വിഷയാംശം പറഞ്ഞു. അവർ സംഘടിതരല്ലാത്തത് കൊണ്ട് ഉള്ള കുഴപ്പങ്ങളും എന്താണെന്ന് ഉള്ളത് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. കേരളം ഉണ്ടായപ്പോൾ മുതൽ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ നല്ല ഒരു നേതൃത്വവും കാര്യങ്ങളും ഉണ്ടാകണം. ഇത് കേരളത്തിലെ എല്ലാ പഞ്ചായത്തുകളിലും ഇങ്ങനെ വരുമ്പോഴാണ് ജാതിയും മതവും വർഗവും വ്യത്യാസമില്ലാത്ത കർഷകരുടേതായ ഒരു ഗവൺമെന്റ് എൻ്റെ സ്വപ്നം അതാണ്. ആ രീതിയിലേക്ക് പോകും. എന്നാൽ KSSന്റെ മീനച്ചിൽ യൂണിറ്റ് പറയുമ്പോൾ വലിയ സുരേഷ് സാറ്, ജോയി മുഖ്യമന്ത്രി സാറ്, പ്രിയപ്പെട്ട KSSന്റെ പ്രവർത്തകരെ, വിവിധ യൂണിറ്റുകളിൽ നിന്ന് KSSന്റെ ഭാരവാഹികൾ, KSSന്റെ യൂണിറ്റിന്റെ ഉദ്ഘാടനം ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഈ യൂണിറ്റിന്റെ രൂപീകരണത്തിന് വേണ്ടി അതിൻ്റെ ആദ്യകാല ഒരുമിച്ച് നിന്ന് KSSന്റെ കോട്ടയം ജില്ലാ കമ്മിറ്റിയുടെ പ്രവർത്തനം കഴിഞ്ഞിട്ടുള്ള സന്തോഷം ആദ്യമായി അറിയിക്കുകയാണ്. ഇവിടെ പറഞ്ഞതുപോലെ വളരെയധികം കാര്യങ്ങൾ നമ്മളുടെ ഈ ചുറ്റുവട്ടത്തുള്ള കർഷകനെ സ്നേഹിക്കുന്ന സമൂഹത്തിന് വളരെയധികം നല്ല കാര്യങ്ങൾ ചെയ്യാനുള്ള ഒട്ടനവധി പ്രോജക്റ്റുകൾ ഉള്ള, അല്ലെങ്കിൽ അതിന് സാമ്പത്തിക സഹായം മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് നമ്മൾ പ്രവർത്തിക്കരുത്. നല്ല കാര്യങ്ങൾ ചെയ്യാനായിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമായി ഇതിനെ കണ്ടുകൊണ്ട് നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ, അടുക്കും ചിട്ടയുമായിട്ടുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാനായിട്ട് KSS മുന്നോട്ട് കഴിയട്ടെ. ഇന്നിവിടെ നമ്മൾ രൂപീകരിച്ചു. ഒരുപാട് കാര്യങ്ങൾ ഇവിടെ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട്. പക്ഷേ ഇതിനേക്കാളൊക്കെ കൂടുതലായിട്ട് നമ്മുടെ യൂണിറ്റ് രൂപീകരണം എന്താണ്, എങ്ങനെയാണ് അതിനെക്കുറിച്ച് എല്ലാ ബുധനാഴ്ച 8 മണിക്ക് നമ്മൾ ഓൺലൈൻ മീറ്റിംഗ് ഉണ്ട്. സുരേഷ് സാർ
യൂണിറ്റായിട്ട് രൂപീകരിച്ചതിന് ശേഷം ഇതിനെ എങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോയി എങ്ങനെ മുമ്പോട്ട് ചലിപ്പിക്കാം എന്നുള്ള നിങ്ങളുടെ ഓരോ സംശയങ്ങൾക്കും അല്ലെങ്കിൽ നിങ്ങൾക്കുണ്ടാകുന്ന സംശയങ്ങൾ അല്ലെങ്കിൽ മറ്റു യൂണിറ്റുകൾക്കുണ്ടാകുന്ന സംശയങ്ങൾ അത് കേട്ടുകൊണ്ട് എങ്ങനെ നമുക്ക് നല്ലൊരു യൂണിറ്റായി പ്രവർത്തിക്കാം എന്ന് പറഞ്ഞതിന് വേണ്ടിയിട്ട് എല്ലാ വെള്ളിയാഴ്ചകളിലും രാത്രി 8:30 മണിക്ക് ഓൺലൈൻ ക്ലാസ് ഉണ്ട്. ആ ക്ലാസ്സുകളിൽ കൂടി അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ യൂണിറ്റ് വളരെ നല്ല രീതിയിലുള്ള ഒരു യൂണിറ്റ് ആയി മാറാനായിട്ട് കഴിയും എന്ന് എനിക്ക് മനസ്സിലാകുന്നുണ്ട്. അതിന് എല്ലാവിധ ആശംസ. പ്രിയ കർഷക സുഹൃത്തുക്കളെ, എല്ലാവരും യൂണിറ്റ് ഏകദേശം ഒരു ഹാഫ് ഫിറ്റായ രീതിയിലാണ് ഇരിക്കുന്നത് നമുക്ക് മനസ്സിലാവും. കാരണം ഞാൻ KSSനെ കുറിച്ച് ഒന്നും പറയാൻ ആഗ്രഹിക്കില്ല. കാരണം എല്ലാവരും പ്രഗത്ഭരായിട്ട് എല്ലാവരും പറഞ്ഞു കഴിഞ്ഞു. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഞങ്ങളുടെ യൂണിറ്റിനെ കുറിച്ച് ഏതായാലും ചില ചെറിയ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തിക്കൊള്ളാം. ഞാൻ 61 യൂണിറ്റിൻ്റെ പ്രസിഡന്റാണ്. ഞങ്ങളുടെ യൂണിറ്റിലുള്ള പല ആൾക്കാരോട് വന്നിട്ടുണ്ട്. ഞങ്ങൾ 2023 യൂണിറ്റ് തുടങ്ങിയത്. അടുത്ത ബുധനാഴ്ചകളിലും ഒക്കെ നിങ്ങൾ മീറ്റിങ്ങിലൊന്ന് കയറുക. മീറ്റിങ്ങിലൊന്ന് കയറി കഴിയുമ്പോൾ തന്നെ നമുക്ക് കൃത്യമായ ഐഡിയ കിട്ടും ഇതെങ്ങനെയാണ്. കാരണം നമുക്ക് അറിവ് പലപ്പോഴും പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഗ്നറൻസ് ഈസ് ഹൈലി എക്സ്പെൻസീവ് എന്നാണ് പറയുന്നത്. അറിവില്ലായ്മ ചെലവേറിയ. സാറ് പറഞ്ഞില്ലേ പറയാ 70 കോടിയോ 50 കോടിയോ ഒക്കെ ലാഭമായി പോയി. നമുക്കും മേടിച്ചെടുക്കാവുന്ന ഫണ്ടുകളായിരുന്നു. നമ്മൾ കേന്ദ്ര സർക്കാരിൻ്റെയും കേരള സർക്കാരിൻ്റെയും ഒക്കെ ഒരു നോഡൽ ഏജൻസി ആയിട്ട് മാറ്റപ്പെടുക. നമ്മൾ ഓരോരുത്തരും കിസാൻ സർവീസ് സൊസൈറ്റിയുടെ അംഗമാകുമ്പോഴത്തേനും ഇതിന്റെ ഒരു നോഡൽ ഏജൻസി ആയിട്ട് മാറുക. നോഡൽ ഏജൻസി സർക്കാർ ഈ നാട്ടുകാരിലുള്ള ആളുകൾക്കെല്ലാം നമുക്ക് ഉൾപ്പെടെ നാട്ടിലുള്ള ആളുകൾക്കെല്ലാം കേന്ദ്ര സർക്കാരിന്റെയും കേരള സർക്കാരിന്റെയും ഒക്കെ സർക്കാർ ഏജൻസികളുടെ ഒക്കെ എല്ലാവിധ ഭാവങ്ങൾ നേരുന്നു. നിങ്ങൾക്ക് നിങ്ങളുടെ പൊൻകുന്ന യൂണിറ്റിന്റെ പ്രവർത്തനത്തിന് എല്ലാവിധ ഭാവങ്ങൾ നേരുന്നു. ഞങ്ങൾക്കും ഇവിടെ കഴിയുമ്പോഴത്തേക്ക് സംസ്ഥാന എല്ലാ ഭാരവാഹികളും കണ്ട് ഇന്ത്യൻ ചിങ്ങോണത്തിന്റെ ഉദ്ഘാടനത്തിന് ക്ഷണിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത്. അതുകൊണ്ട് എല്ലാവർക്കും എല്ലാവരുടെ ആശംസകൾ നേർന്നുകൊണ്ട് ഇതിന് അവസരം നൽകിയതിന് നന്ദി പറഞ്ഞുകൊണ്ട് കുറച്ച് എനിക്ക് അവസരം ലഭിച്ചത് സന്തോഷമുണ്ട്. ഒന്നാമതായി വളരെ തിരക്കുകൾക്കിടയിൽ നമ്മുടെ യോഗ ഉദ്ഘാടനം ചെയ്ത് നമുക്ക് വളരെ നല്ലൊരു പ്രയോജനപരമായ ഉദ്ഘാടന പ്രശ്നം നടത്തിയ ഡോക്ടർ ജോസ് സൈൽ സാറിന് ഹൃദയം നിറഞ്ഞ നന്ദി പൂർണ്ണ യോഗത്തിന്. അത് നമ്മുടെ MLA പ്രതിനിധികൾ ധരിച്ച് പരിപാടിക്ക് നല്ലൊരു ശുഭാരംഭം കുറിച്ച പ്രൊഫസർ റോളിംഗ് MLA സാറിന് ഒരു KSS പൂർണ്ണ യോഗത്തിലുള്ള നന്ദി അറിയിച്ചു. അധ്യക്ഷത വഹിക്കുകയും നമ്മെ നയിക്കുകയും ചെയ്യുന്ന ശ്രീ തോമസ് ഐലൂർ സാറിനും വേദിയിൽ സന്നിഹിതരായ നമുക്ക് വേണ്ടി ആശംസകൾ നൽകിയ ഇടവയിലെ പ്രൊഫസർ അമിതാവശ്യം സുരേഷ് എസ് നായർ, സുരേഷ് സാറ്, ശ്രീ ജോയി ഗോകുമാർ സാർ, ശ്രീ അനിൽകുമാർ സാർ, ശ്രീ ഫിലിപ്പ് ജോൺ സാർ, ശ്രീ അനിൽ സുഭാസൻ സാർ, കൃഷി ഓഫീസർ, അതുപോലെ ചെറുപ്പ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീ മോളിക്കുട്ടി തോമസ് എന്നിവരുടെ എല്ലാ അധ്യയനങ്ങൾക്കും നന്ദി പറഞ്ഞു. ഈ പരിപാടിയുടെ പിന്നിൽ പ്രവർത്തിച്ച KSSന്റെ പൂർണ്ണ ഭാരവാഹികൾ, അപ്പോൾ തന്നെ എല്ലാ കമ്മിറ്റി അംഗങ്ങൾക്കും പ്രത്യേകം നന്ദി. അപ്പോൾ തന്നെ ഇവിടെ വന്നു ചേർന്ന മറ്റ് യൂണിറ്റുകളിലെ എല്ലാ ഭാരവാഹികൾക്കും KSS പൂർണ്ണ യൂണിറ്റിലുള്ള നന്ദി പറഞ്ഞു. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചു എൻ്റെ വാക്കുകൾ ചോദിക്കുന്നു. ഈ ഉദ്ഘാടന യോഗം കഴിയുകയാണെങ്കിൽ ഇപ്പോൾ ജില്ലാ പ്രസിഡന്റ് അജിത് സാറിന്റെ നേതൃത്വത്തിൽ എല്ലാ ജില്ലയിൽ നിന്ന് വന്ന ലേഡീസ് കോച്ചിങ് അടുത്തിരിക്കും കേട്ടോ. യൂണിറ്റ് ക്ലാസ് പങ്കെടുക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. എല്ലാ ജില്ലയിലെ വിവിധ യൂണിറ്റിൽ നിന്ന് വന്നവർ ഒന്നിങ്ങായിട്ട് അടുത്തിരിക്കും അജിത് സാറിന്റെ നേതൃത്വത്തിൽ. ഈ യൂണിറ്റിന്റെ ഭാരവാഹി